ഹായ് ഫ്രണ്ട്സ്, ബ്രിദേഴ്സ് കിച്ചൺ ലാബ് ആൻഡ് ക്രാഫ്റ്റ് വർക്കിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ബേസ് അസാമ ബക്കാലയിലുള്ള മലപ്പുറം ചങ്കുകൾ എനിക്കിന്നൊരു ബോളിക്കുള്ള ഇൻഗ്രീഡിയൻസ് തന്നു കേട്ടോ. അതിലൊരു ചങ്ക് നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു കല്യാണ സദ്യയിൽ പങ്കെടുത്തു നമ്മുടെ ബോളി കഴിച്ചു കേട്ടോ. അന്ന് മുതലേ പുള്ളിയുടെ മനസ്സിൽ ആ ബോളി മനസ്സിൽ കയറി കൂടി. അങ്ങനെ എന്നെ കണ്ടപ്പോൾ ചോദിച്ചു, നമുക്കൊരു ബോളി തയ്യാറാക്കി തരുമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാനെന്ത് ഓക്കെ പറഞ്ഞു, വരൂ നമുക്ക് നമ്മുടെ കിച്ചൺ ലാബിലോട്ട് പോയാലോ. ഹായ് ഫ്രണ്ട്സ്, ബോളിക്കായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് 1 കിലോ കടലയ്ക്ക് വരെ എനിക്ക് 800 ഗ്രാം കടലപ്പരിപ്പേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അത് ഒരു 1.5 കപ്പ് അളവിനുള്ളൂ കേട്ടോ. ഞാനതാണ് ഒന്ന് മെഷർ ചെയ്യുന്നത്. അത് നമുക്കത് ഇതേപോലെ അളന്നെടുത്ത് നമ്മളൊരു പാത്രത്തിലോട്ടിട്ട് നല്ല കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മുടെ കുക്കറിലോട്ടിട്ട് ഞാൻ 1.5 ലിറ്ററിൻ്റെ കുപ്പി വെള്ളമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. 1.5 കപ്പിന് 1.5 ലിറ്റർ വെള്ളം മതിയാവും. കുക്കറിലിട്ടു നമുക്ക് ഈ 1.5 ലിറ്റർ വെള്ളം അതിൽ ഒഴിച്ച് അടച്ച് നമുക്ക് കുക്കറിലോട്ടിട്ടൊന്ന് സ്റ്റൗവിലൊന്ന് വേവിക്കാമല്ലോ. അത് അടിപൊളി പരുവം കിട്ടും. നമുക്ക് ഊറ്റിയെടുക്കാൻ നിൽക്കണ്ട, കറക്റ്റ് ആ വെള്ളം അംശം പോലും ഇല്ലാതെ കറക്റ്റ് വറ്റി വരും. അടിപൊളി ആയിരിക്കും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അതാണ് ഇതിൻ്റെ അളവ്. ഓക്കെ, എന്നിട്ട് നമുക്ക് മൈദ മാവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് 1.5 കപ്പിന് പകരം നമുക്ക് 1 കപ്പ് മൈദ മാവ് മതി കേട്ടോ. അപ്പോൾ ഒരുപാട് മൈദ വേണ്ട. നമുക്ക് ചെറിയ തോലിനായിട്ട് നമ്മുടെ ഒരു ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത്ര മൈദ മാവ് ഞാൻ എടുത്തു. ഒരല്പം ഉപ്പ് ചേർക്കുകയാണ്. ഇനി ഒരല്പം യെല്ലോ പൗഡർ ചേർക്കുകയാണ്. യെല്ലോ പൗഡർ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ മാവിന് യെല്ലോ കളർ കിട്ടാൻ. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിക്കുകയാണ്. നമുക്ക് ആ ബോളിക്ക് നല്ല ടേസ്റ്റും പെർഫെക്റ്റും നല്ല സോഫ്റ്റ്നെസ്സും കിട്ടാൻ വേണ്ടിയാണ്. എന്നിട്ട് ഇതേപോലെ നല്ലതുപോലെ മിക്സാക്കി അതിനുശേഷം കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ച് നമുക്ക് ബെറോട്ടയ്ക്കും ചപ്പാത്തിക്കും കുഴയ്ക്കും പോലെ നമുക്ക് അടിപൊളിയായിട്ടുണ്ട്. ഇതേപോലെ അങ്ങോട്ട് കുഴച്ച് വാരി അങ്ങോട്ട് ഇടിച്ച് പതുക്കി ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഇതേപോലെ ആയി വരും. അങ്ങോട്ട് പിതുക്കി നോക്കുമ്പോൾ പൊങ്ങി വരും. അപ്പോൾ എന്നിട്ട് ഇതേപോലെ അങ്ങോട്ട് ഇത്തിരി മൈദമാവ് അങ്ങോട്ട് വിതറി ഇതേപോലെ ചാവിട്ടി പിഴിഞ്ഞ് അങ്ങോട്ട് 2 കൈ കൊണ്ടും ചാവിട്ടി വലിച്ച് കീറി ഇതേപോലെ ഒരു ബോളാക്കി വരും. അടിപൊളി പരുവമായി കഴിഞ്ഞിരിക്കുന്നു മാവ്. ഇനി ഞാനൊരു പാത്രത്തിലിട്ട് നമ്മുടെ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇന്നിവിടെ നല്ലെണ്ണ കിട്ടിയില്ല. നമ്മുടെ ഈ ഗ്രോസറിയിൽ നല്ലെണ്ണ ഇല്ല. ഞാൻ നിൽക്കുന്ന ഏരിയയിൽ നല്ലെണ്ണ കിട്ടാൻ പാടായതുകൊണ്ട് ഞാൻ ഒരു ഒലിവ് ഓയിൽ മേടിച്ചു. അപ്പോൾ ഒലിവ് ഓയിൽ അടിപൊളിയാണ് കേട്ടോ. ഞാനത് ചെയ്ത് നോക്കിയവർക്ക് ഒരുപാട് ദിവസം നമ്മുടെ ബോളി ഇരിക്കുന്നുണ്ട് കേടുകൂടാതെ. പൂപ്പല ഒന്നും പറ്റുന്നില്ല. നല്ല എണ്ണ എടുത്ത് നോക്കിയാലും ആ ഒരു ഫ്രഷ്നെസ് കിട്ടുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് അത് സെലക്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കുക. അടിപൊളിയാണ്. ഞാനൊരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുകയാണ്. ഒലിവ് ഓയിലാണ്. എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കടല റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. വെന്ത് അടിപൊളി പരുവായി. കണ്ട, ഇത് നിങ്ങൾ കണ്ടു നോക്ക്. കണ്ട, സെറ്റായി കഴിഞ്ഞോണ്ട അടിപൊളി ഭസ്മം പോലെ ആയത്. കണ്ട, ഒരു തരതരപ്പ് പോലും ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് വെന്തു. അതായത് കണ്ടാൽ ഒരല്പം ജലാംശം പോലും ഇല്ല. അതാണ് അതിൻ്റെ അളവ്. കണ്ട, പറ ചെറ വീഴുന്നത് കണ്ട. എന്നിട്ട് നമുക്കിതാ നമ്മുടെ ചീനിച്ചട്ടിയിലോട്ട് നമുക്ക് പഞ്ചാര അവനെ അങ്ങോട്ട് പിടിപ്പിച്ചെടുത്താലാ. അതിനായിട്ട് ഞാൻ ചട്ടി ചൂടായതിനു ശേഷം ഈ കടലപ്പരിപ്പ് അതിലോട്ടിട്ട് നമ്മുടെ പഞ്ചാര പിടിപ്പിക്കാൻ പോവുകയാണ്. കണ്ടാളി, പഞ്ചാരയും കൂടെ ഇട്ട് നമ്മുടെ ഒത്തിരി യെല്ലോ പൗഡറും കൂടെ ചേർക്കാൻ പോവുകയാണ്. നമ്മുടെ 1.5 കപ്പ് കടലയ്ക്ക് 1.5 പഞ്ചാര ചേർക്കാം. പക്ഷേ നമുക്ക് എത്ര വേണമെങ്കിലും ചേർത്താലും കുഴപ്പമില്ല. മധുരം കുറച്ച് മതിയുള്ളവർക്ക് 1 കപ്പ് ചേർത്താലും മതി. അപ്പോൾ ഇതേപോലെ അങ്ങോട്ട് പഞ്ചാരയും കടലപ്പരിപ്പും കൂടെ ഇട്ട് അങ്ങോട്ട് വളച്ച് ഇടിച്ച് കുഴച്ച് ഇങ്ങോട്ട് എടുത്തിട്ട് ഒരല്പം ഉപ്പും കൂടെ അങ്ങോട്ട് ഇടണതാണ് കേട്ടോ. എന്തിനെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ തലയ്ക്ക് പിടിക്കും കേട്ടോ. ഈ മധുരം ഒരുപാടായിപ്പോയാൽ ബാലൻസ് ചെയ്യാനാണ്. അപ്പോൾ ഞാൻ ഒരല്പം യെല്ലോ പൗഡറും കൂടെ ഇടുകയാണ്. നമ്മൾ യെല്ലോ കളറാണ് നമ്മുടെ കടലപ്പരിപ്പ്. എന്നാലും ഞാൻ നമ്മുടെ യെല്ലോ ഷെയ്ഡ് നല്ല കറക്റ്റ് ടോണ് കിട്ടും. അതിന് വേണ്ടിയാണ് ഞാൻ ഈ യെല്ലോ പൗഡറും കൂടെ ചേർത്ത് നല്ലതുപോലെ കണ്ട പഞ്ചസാര കടലയും കൂടെ ആയി നല്ല മെൽറ്റായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് തയ്യാറാക്കി വെച്ചിരുന്ന നമ്മുടെ ജാതിക്ക പൊടിച്ചതും ഏലക്ക പൊടിച്ചതും ഒരല്പം ചേർക്കണം കേട്ടോ. അടിപൊളി മണവും കിട്ടും, അതിൻ്റെ സുഗന്ധം കിട്ടും. നല്ല അടിപൊളി ആയിരിക്കും കേട്ടോ. അതോട് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുമ്പോൾ അടിപൊളി എന്ന് പറഞ്ഞാൽ ഇനി പറയാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് നല്ല സെറ്റായി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് കണ്ട, ഇതാണ് അതിൻ്റെ പരുവം. അപ്പോൾ നമ്മൾ ഈ ഒരു മിക്സി എടുക്കുക, അതിലോട്ട് കോരി ഇടുക കേട്ടോ. ഒരുപാട് ചൂടാറുന്നതിന് മുമ്പ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ആടി വരില്ല. കണ്ട, നല്ല സ്ട്രോങ് മിക്സി ആയിരിക്കണം. അതിലൊന്ന് നമ്മൾ ഇതാണ് ഇതുപോലെ കുറച്ച് വാരിയിട്ട് അങ്ങോട്ട് ആട്ടി എടുക്കുകയാണ്. ഓക്കെ, ആട്ടാൻ പോവാം. ഇത് കണ്ടോ,
നല്ല ഭസ്മം പോലെ അരഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അടിപൊളിയായിട്ടാണ്, തരതരപ്പ് ഒട്ടുമില്ല. അതേപോലെ നല്ല ഫസ്റ്റായിട്ട് അരഞ്ഞു വന്നു. ഇനി നമുക്ക് ബോൾ പിടിച്ച് വെക്കാം കേട്ടോ. ഇത് കണ്ട, നമുക്ക് വളരെ ചൂട് തണുക്കുന്നതിന് മുമ്പ് ബോൾ പിടിച്ച് വെക്കണം. ഇതേപോലെ നമുക്ക് ഒരല്പം എണ്ണയും കൂടെ തടകി നമുക്ക് ബോൾ പിടിച്ച് വെക്കുകയാണ്. ഇതാ കണ്ട, ഇതേപോലെ ബോൾ പിടിച്ച് വെച്ച് അത് നല്ല ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ഈ ഇടവേളയിൽ നമുക്കൊരു പാൽപ്പായസം തയ്യാറാക്കിയാലോ? പാൽപ്പായസം ആയാലും അടപ്രഥമനായാലും ഒരു വിഷയമില്ല, ഏത് പായസം ആയാലും നമ്മുടെ ബോളിക്ക് സൂപ്പറായിരിക്കും കേട്ടോ. നമുക്കിതാ നമ്മുടെ പാൻ എടുത്ത് വെച്ചു, നമ്മുടെ പാൽപ്പായസത്തിനുള്ള പാത്രം എടുത്ത് വെച്ചു. എന്നിട്ട് ഞാൻ ഒരു ക്യാൻ പാൽ മേടിച്ചു, അതിലോട്ട് കുറച്ച് പാൽ ഒഴിക്കുകയാണ്. ഒരു 1/4 ഭാഗം പാലൊഴിച്ചു. ഒരു പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു അല്പം നെയ്യ് ഒഴിക്കുകയാണ്. നെയ്യ് ഒഴിച്ച് ചൂടായതിന് ശേഷം ഞാൻ നമ്മുടെ പാലിലും കൂടി ഒരു അല്പം നെയ്യ് ഒഴിക്കുകയാണ്. അപ്പോൾ പാലും നെയ്യും പഞ്ചസാരയും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങോട്ട് ലോ ഫ്ലെയിമിൽ പാൽ തിളപ്പിക്കുമ്പോഴേക്കും നല്ല ടേസ്റ്റും മണവും ഒക്കെ ഉണ്ടാവും. അതാണ് പാൽപ്പായസത്തിൻ്റെ ഒരു ടേസ്റ്റ്. എന്നിട്ട് ഞാനിതാ നമ്മുടെ പാൻ ചൂടായി, അപ്പോഴേക്കും നമ്മുടെ ബർമസലി ഞാൻ അതിലിട്ടൊന്ന് വറുത്തെടുക്കാൻ പോവുകയാണ്. ലോ ഫ്ലെയിമിൽ നമുക്ക് ഈ ബർമസലി വറുത്തെടുക്കണം. തീ കൂടിപ്പോവരുത്, മൂത്തും പോവരുത്, ഒരു മീഡിയം ലെവൽ. ഞാൻ അപ്പോഴത്തേക്ക് നമുക്കൊരു പാൽ തിളച്ച് കഴിഞ്ഞ് ഒരു അല്പം പഞ്ചാര ഇടുകയാണ്. ബോളിക്കും മധുരം ഉള്ളതുകൊണ്ട് പാൽപ്പായസത്തിന് ഒരു അല്പം മധുരം മതി. അപ്പോൾ നമുക്ക് ആ പാലും പഞ്ചാരയും ഏലക്കായും നെയ്യും എല്ലാം കൂടെ നല്ല മണമായി വന്നു കഴിഞ്ഞു. നല്ല പാല് മൂത്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി ബർമസലി ഏകദേശം മൂത്ത് വരികയാണ്. ഒരുപാട് മൂത്ത് പോവരുത്, ലോ ഫ്ലെയിമിലാണ് വറുത്തെടുത്തത്. അപ്പോൾ നമുക്കിതാ പാൽപ്പായസത്തിനുള്ള വറവിടാൻ വേണ്ടി ഞാൻ ഒരു പാൻ എടുത്ത് വെച്ചു. നമുക്ക് ഒരു അല്പം നെയ്യ് അതിലോട്ട് ഒഴിക്കുകയാണ്. അല്പം മതി കേട്ടോ, നമുക്ക് ഒന്നാമത് നെയ്യും പാലും എല്ലാം കൂടെയാണ് നല്ല ഇതാണ്. അപ്പോൾ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ക്യാഷ്നട്ടും ഉണക്കമുന്തിരിയാണ് നമ്മുടെ പാൽപ്പായസത്തിൽ ഞാൻ വറുത്തിടുന്നത്. കുറച്ച് മാത്രമേ ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളൂ. നമ്മുടെ ഐറ്റം ബർമസലിയാണ് നമ്മൾ ചേർക്കുന്നത്. ബർമസലിയും കൂടെ ചേർത്ത് നമുക്ക് ഈ പാൽപ്പായസം നമ്മളിവിടെ ഓഫ് ചെയ്യുകയാണ്. നമുക്ക് ഇനി ഇത് തിളപ്പിക്കരുത്, തിളപ്പിച്ച് കഴിഞ്ഞാൽ അലിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ പാൽപ്പായസം എന്താ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് അപ്പുറത്തോട്ട് പോയാലോ? നമ്മുടെ ബോളിക്കുള്ള ബോൾ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അടിപൊളി സംഭവം തന്നെയാണ്. കണ്ട, അടിപൊളി സെറ്റായി, പരുവം നല്ല അടിപൊളിയായിരുന്നു. ഇനി നമുക്ക് ബോളി ഉണ്ടാക്കാൻ പോയാലോ? പോവാം. റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന മാവും ബോളും റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ബോളി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് ഒരല്പം എണ്ണ കയ്യിലോട്ട് തേക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ഒരല്പം മാവ് വലിച്ചെടുക്കുകയാണ്. കണ്ടോ, ഇതേപോലെ വലിച്ചെടുക്കും. ആണ്ട റബ്ബർ മുട്ടായി പോലെ വലിഞ്ഞു വരുന്ന പരുവമായി. കണ്ട, അടിപൊളി സംഭവം, അടിപൊളി സെറ്റായി. ഇതേപോലെ ആക്കിയതിന് ശേഷം നമ്മുടെ കൈവെള്ളയിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് നല്ല റൗണ്ട് ഷേപ്പ് പോലെ ആക്കിയതിന് ശേഷം നമ്മുടെ അരച്ച് വെച്ചിരുന്ന നമ്മുടെ കടല മാവിൻ്റെ ബോൾ എടുത്ത് അതിൻ്റെ സെൻറ്ററിലോട്ട് വെക്കണം. വെച്ചിട്ട് സെൻറ്ററിലോട്ട് വെക്കുകയാണ്. എന്നിട്ട് നമുക്ക് അതിൻ്റെ 4 സൈഡിൽ നിന്നും വലിച്ച് മുകളിലോട്ട് ഇങ്ങനെ പിടിച്ച് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇങ്ങനെ വെച്ച് 4 സൈഡിൽ നിന്നും പിടിച്ച് വെച്ചതിന് ശേഷം ഇങ്ങനെ അല്പം ഇങ്ങനെ മാവ് വലിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ബോൾ കറക്റ്റാക്കി എടുക്കുകയാണ്. എന്നിട്ട് ഇതിൽ നിന്നൊരല്പം എടുത്തങ്ങോട്ട് മാറ്റുക. എന്നിട്ട് ഇതേപോലെ നല്ല കറക്റ്റ് ഈ ഭാഗം അടിഭാഗത്ത് വരിക, നമ്മൾ ബോളിൻ്റെ ഭാഗം മുകളിൽ വരിക. എന്നിട്ട് നമ്മുടെ ഉള്ളം കയ്യിൽ വെച്ച് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തപ്പോൾ നല്ല റൗണ്ടായി വരും. നമ്മൾ പരിപ്പൊന്നും വെളിയിലോട്ട് വരത്തില്ല. അതാണ് അതിൻ്റെ ഒരു മെത്തേഡ്. അതായത് കണ്ട, അടിപൊളി സംഭവമായി കഴിഞ്ഞു. ഇനി നമ്മുടെ മാവിലോട്ട് ഇടുകയാണ് കേട്ടോ. ഇതായത് അരിപ്പൊടിയാണ്, വറുത്ത അരിപ്പൊടിയായാലും ഏത് അരിപ്പൊടിയായാലും മതി. ഒരല്പം ഇങ്ങോട്ട് തൂകുകയാണ്. എന്നിട്ട് നമ്മുടെ PVC പൈപ്പ് എടുത്തൊന്ന് പെരുമാറുകയാണ്. വളരെ സോഫ്റ്റായിട്ടേ പെരുമാറാവൂ, പവർ കൂടിപ്പോവരുത്, അങ്ങ് പരിപ്പ് വെളിയിൽ ചാടും. ഇതാണ്ട അടുത്ത ഞാനൊരു പരിപാടി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബെറോട്ടയ്ക്ക് നമ്മുടെ മാവ് പിതുക്കി ഇറക്കും പോലെയാണ്. കണ്ടോ, ഇങ്ങനെയും നമുക്ക് ചെയ്യാം. അപ്പോൾ 2 രീതിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്തും നല്ല എളുപ്പമായിരിക്കും, വളരെ നൈസായിട്ട് കിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ളം കയ്യിൽ വെച്ചൊന്ന് പ്രസ് ചെയ്ത് റൗണ്ട് ഷേപ്പ് ആക്കി എടുത്തതിന് ശേഷം ഇതേപോലെ റൗണ്ടാക്കി എടുക്കണം. കണ്ടോ, അപ്പോൾ നമ്മൾ പരിപ്പൊന്നും വെളിയിലൊന്നും വന്നിട്ടില്ല.
അപ്പോൾ നമുക്ക് ഒരല്പം അരിമാവിലും കൂടെ ഇട്ട് നേരത്തെ ചെയ്തതുപോലെ അപ്പുറം ഇപ്പുറം ഒന്ന് മാവ് ഒന്ന് പുരട്ടുക. ഇനി ഇതാ ഒരല്പം മാവും കൂടി അങ്ങോട്ട് വിതറുക. അടുത്തതായിട്ട് നമ്മൾ വീണ്ടും കൂടെ ഒന്നും കൂടെ എടുത്ത് ഇതാ പെരുമാറാൻ പോവുകയാണ്. ഇതാ നല്ല റൗണ്ട് ഷേപ്പായിട്ട് വരും കേട്ടോ, നിങ്ങളൊന്ന് കണ്ടാളേ. അപ്പോൾ നമ്മുടെ ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ വളരെ നൈസായിട്ട് എല്ലാ സൈഡും ഒരേപോലെ ആയിരിക്കണം ബോളി. അപ്പോൾ കനം കൂടാൻ പാടില്ല. ഇതാണ്ട എല്ലാ ഭാഗവും സെൻറ്റർ മുതലും സൈഡ് വരെയും ഒരേ നൈസ് കനത്തിനായിരിക്കും ഇതാ വരുന്നത്. കണ്ട നമ്മുടെ ഇതാ ബോൾ ഇതാ റെഡിയായി കഴിഞ്ഞു. അടിപൊളി ബോൾ ഇതാ റെഡിയായി. ഇത് കണ്ട, ഇതാണ് അടിപൊളി ബോളി. ഇതാ ഇത്രയും ബോൾ ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് കണ്ട അടിപൊളിയായിട്ട് വന്നു. അപ്പോൾ നമുക്കിനി നമ്മുടെ പാൻ ഇവിടെ ചൂടായി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിനി ഇത് ചുട്ടെടുക്കാമല്ലോ. അപ്പോഴേക്കും ഞാൻ ഈ ആയുർവേദ ആശുപത്രിയിലൊക്കെ എണ്ണക്കിഴി പോലൊരു സാധനമാണ് ഞാനിവിടെ തയ്യാറാക്കിയത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതേപോലെ നെയ്യൊക്കെ ഇങ്ങനെ ചട്ടിയിലൊക്കെ ഇങ്ങനെ പറ്റിക്കാൻ നല്ല എളുപ്പമാണ്. അതായത് അപ്പച്ചട്ടിയിലായാലും ദോശക്കല്ലിലായാലും ഇതേപോലൊരു എണ്ണക്കിഴി കണക്കൊരു സംഭവം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈസിയാണ്. ഇതേപോലെ നമുക്ക് എളുപ്പത്തിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. അടിപൊളി സംഭവമാണ്. ഇതേപോലെ ഇങ്ങനെ ചെയ്തെടുക്കാൻ നമുക്കത് ഇതേപോലെ ഒന്ന് ചെയ്യുക. എന്നിട്ട് ഒരു ബോളി എടുത്ത് അതിലോട്ടിട്ട് നമുക്കിത് ഇതേപോലെ വയ്ക്കുക. എന്നിട്ട് ഒരല്പം നെയ്യ് എടുത്തത് ഇങ്ങനെ തട്ടി കൊടുക്കുകയാണ്. കേട്ടോ, ഫുള്ള് എല്ലായിടത്തും നെയ്യ് പറ്റിക്കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് അതിനെ ഒന്ന് മറിച്ചിടാം. ഇതാ കണ്ടോ, മറിച്ചിട്ട് കഴിഞ്ഞു. ഒരല്പം കഴിഞ്ഞപ്പോൾ നമുക്ക് എടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രമേ വെക്കാവൂ. അതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. ഇതാ നമ്മുടെ ബോളി ഇതാ റെഡിയായി. കണ്ട, ഇതാണ് നമുക്ക് എൻ്റെ ഇന്നത്തെ ബോളി. അപ്പോൾ ഞാനിവിടെ ഒരു പാൽപ്പായസം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആ പാൽപ്പായസവും ഈ ബോളിയും കൂടെ ഒന്ന് കഴിച്ചു നോക്കിയാലോ. അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് അറിയണ്ടേ. ഞാനിതാ ഒരല്പം പാൽപ്പായസം എടുത്ത് ഈ ബോളിലോട്ട് വെച്ചിട്ടൊന്ന് കഴിച്ചു നോക്കി, എങ്കിലല്ലേ അഭിപ്രായം പറയാൻ പറ്റും. ഇതാണ് എൻ്റെ ബോളിയും പാൽപ്പായസവും. കണ്ട എങ്ങനെയുണ്ട്? നഗൂടെ ഉളുള വരുന്ന അതാണ് എൻ്റെ ബോളിയുടെയും പാൽപ്പായസത്തിൻ്റെ രുചി. കണ്ട, ഞാൻ നോക്കട്ടെ. അടിപൊളി ടേസ്റ്റാവും തോന്നുന്നു കേട്ടാ. സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്, ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ പറയാനായിട്ട് ഇനി ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്ന് കഴിച്ചു നോക്കി. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി തന്നെ, ഒന്നും പറയാനില്ല കേട്ടോ. ഇനി നിങ്ങൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ അതിൻ്റെ കമൻസുകൾ എന്നെ അറിയിക്കണം. അപ്പോൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമുക്ക് ചെയ്തു തരണം. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ നിങ്ങളെ ആ ബക്കാലയിലേക്ക് പോയാലോ. ഇതാണ് ഞാൻ പറഞ്ഞ ആ മലപ്പുറം ചങ്കുകൾ. നമുക്ക് ഈ ബക്കാലയിൽ എല്ലാവരെയും ഒന്നിച്ച് നിർത്തി ഫോട്ടോ എടുക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇനി ഞാൻ ഈ ബോളി നമുക്ക് എവർക്ക് കൊടുത്താലോ. എല്ലാവരും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഓക്കേ.